പാലിയേറ്റീവ് കെയർ പള്ളിപ്പുറവും ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും സംയുക്തമായി പള്ളിപ്പുറം നവഭാരത് റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. രാവിലെ 10:30 നടന്ന പൊതുയോഗത്തിൽ ദയാ സെക്രട്ടറി സിനി പ്രദീപ് സ്വാഗതം പറഞ്ഞു. ദയാ പ്രസിഡന്റ് നൌഷാദ് കാത്തോളി അധ്യക്ഷത വഹിച്ചു. IMA കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ അലക്സാണ്ടർ ജോൺ പാലിയേറ്റീവ് സന്ദേശം നൽകി. ഡോക്ടർ അലക്സ് പോൾ MD, ഡോക്ടർ MM സഹീർ MD, ഡോക്ടർ നീതു തമ്പി MD തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. പ്രസംഗം ഉപന്യാസ മത്സര വിജയികൾക്ക് ദയാരക്ഷാധികാരി ഡോക്ടർ VK തമ്പി സമ്മാന വിതരണം നടത്തി. രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് പള്ളിപ്പുറത്ത് നന്മ നിറഞ്ഞ വിവിധ സംഘടനാ പ്രതിനിധികളും വ്യക്തികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദയാ ട്രഷറർ ചവ്വലായി നന്ദിയും പറഞ്ഞു. സജീർ, നീതു തമ്പി, അജോ പോൾ, എൻ്റെ പ്രിയ സുഹൃത്ത് VK തമ്പി, പ്രിയ നിറഞ്ഞ നാട്ടുകാരെ, ഇന്നത്തെ ഈ ദിനം വളരെ സുപ്രധാനമാണ്. ലോകമെമ്പാടും പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ജീവിതത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് വീട്ടിലെ അംഗങ്ങളെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിചരണത്തിന് ആരുമില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കുടുംബനാഥനും ജോലിക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു. വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മയോ വാപ്പയും ഉമ്മയോ മാത്രമായിട്ട് അവശേഷിക്കുന്നു. അവരെ രോഗാതുരമായ കണ്ടീഷനിൽ, രോഗാതുരമായ അവസ്ഥയിൽ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് എല്ലായിടത്തും കണ്ടുവരുന്നത്. ഇത്തരത്തിലാണ് വാസ്തവത്തിൽ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം നൽകിയിരിക്കുന്നത്. അവർ നോക്കണ്ടേ, അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അവർ നോക്കണ്ടേ. വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ഇന്നത്തെ ആൾക്കാരെ ഈ നിലയിൽ എത്തിച്ച ആ വയസ്സായ ആൾക്കാർ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അതിന് തീർച്ചയായിട്ടും ഇത്തരം പ്രസ്ഥാനം നന്നായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ തമ്പി പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ 1,00,000 പേരുള്ള ഡോക്ടർമാരുടെ അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അവർ ഈ അംഗങ്ങളുടെ കാര്യം നോക്കുന്നതിനൊപ്പം തന്നെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, പ്രളയം വന്നപ്പോൾ കേരളത്തിലെമ്പാടും ഡോക്ടർമാരുടെ സംഘടന മുൻപന്തിയിലുണ്ടായിരുന്നു, അവർ നോക്കാനുണ്ടായിരുന്നു. നമ്മളെ എല്ലാവരുടെയും ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന പോളിയോ ഉണ്ട്, കൈയും കാലമൊക്കെ അവശേഷം നടക്കാൻ പറ്റാത്ത അവസ്ഥ. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് IMA ആണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരുന്ന സ്മോൾ പോക്സ്, കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് കണ്ണ് കാണില്ല, തലച്ചോറിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ബോധമില്ലാത്ത അവസ്ഥയാണ്. ആ സ്മോൾ പോക്സ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് റാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻപന്തി വന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ്. അതുപോലെ മലമ്പനി തീർച്ചയായിട്ടും കേരളത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മലമ്പനി കേരളത്തിലില്ല എന്ന് പറയും, പക്ഷേ എങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. അതും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് ശ്രീമാൻ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തെ ആശുപത്രികളിലെ ബയോമെഡിക്കൽ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഹൈക്കോടതി അതിനെതിരായിട്ട് ഒരു കേസ് തീരുമാനമെടുത്തപ്പോൾ ആൻ്റണി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടത് ഇതിന് വഴി കണ്ടെത്താൻ. അന്ന് കേരളത്തിൽ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇമേജ്. IMA ഗോസ് എക്കോ ഫ്രണ്ട്ലി, അതായത് ആശുപത്രിയിൽ ഉണ്ടാകാവുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് പാലക്കാട് അതിനുവേണ്ടി ഒരു പ്ലാന്റ് തുടങ്ങി വെച്ചു. അവിടെയാണ് കേരളത്തിലെ അന്ന് പാറശാല തൊട്ട് കാസർഗോഡ് വരെയുള്ള ആശുപത്രികളിലെ ബയോമെഡിക്കൽ വേസ്റ്റ് എത്തിച്ച് ഏറ്റവും ആരോഗ്യപരമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അതിനെക്കാട്ടിൽ വിശിഷ്ടമുള്ളവരെ ഇന്ന് പാലിയേറ്റീവ് കെയർ ഡേ ആണെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ദയാ പാലിയേറ്റീവ് കെയർ ഗ്രൂപ്പും ഡോക്ടർ തമ്പിയുടെ നവഭാരത് ഹോസ്പിറ്റലും
ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെൻറ്റർ നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ദിവസത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല പരിപാടി തമ്പി സാറ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച തമ്പി സാറിന് നന്ദി പറയുന്നു. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്ഷണം ആവശ്യമില്ല, ഇത് വീടാണ്. ഇതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു മീറ്റിങ്ങിൽ മുഖ്യ പ്രഭാഷണം നൽകാനായിട്ട് എന്നെ ക്ഷണിച്ചു. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പം വേദിയിലിരുന്നവർ ചോദിച്ചു, ഇതാണോ മുഖ്യം എന്ന് വെച്ചാൽ സാറൊന്നും പറഞ്ഞില്ലല്ലോ. ഈ പ്രാവശ്യം അങ്ങനെ ഒരു കുറ്റാരോപണം ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണം. പിന്നെ രണ്ടാമത് എനിക്ക് ഈ വിഷയത്തോടുള്ള താല്പര്യം, ഇത് രണ്ടും കൊണ്ട് ചില പ്രധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ച് അത് കുറിച്ചുകൊണ്ട് വന്നേക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഭാഷ നിങ്ങളുടെ അത്രയും നല്ല ശുദ്ധമായിട്ടുള്ള മലയാളം ഞാൻ ചിലപ്പോൾ പറയത്തില്ലായിരിക്കും, ക്ഷമിക്കണം. പാലിയേറ്റീവ് കെയർ ഇന്നത്തെ ചിന്താ വിഷയം എന്താണ്? സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്. പലതും അവകാശങ്ങൾ നേടാൻ പറ്റാതെ നിരാശപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും. അപ്പോൾ ഈ പറഞ്ഞതാണ്, ഈ വേദനാപൂർണം കഷ്ടപ്പെടുന്നവർ, സങ്കീർണമായ അസുഖങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ, അവരുടെ ക്ലേശങ്ങൾ ഒഴിവാക്കാനുള്ള പരിചരണമാണ് ഈ പാലിയേറ്റീവ് കെയർ നോക്കുന്നത്. സാന്ത്വന ചികിത്സ, പാലിയേറ്റീവ് പരിചരണം. എല്ലാവരും കൊച്ചുകുട്ടികളോട് ചോദിച്ചിട്ട് മുതിർന്നവരോട് വരെ ആണെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്ക് ഫെമിലിയറാണ്, എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഇവിടെ പാലിയം ഇന്ത്യയുടെ കാര്യം ഡോക്ടർ രാജഗോപാലിന്റെ കാര്യം മെൻഷൻ ചെയ്തു. പാലിയേറ്റീവ് കെയർ എന്നുള്ള ഈ വാക്കിന്റെ ഉത്ഭവം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പാലിയം എന്നുള്ള ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് വരുന്നത്. ഈ പാലിയം എന്ന് പറഞ്ഞ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലോക്ക്, CLOAK, അതായത് ഒരു മേൽവസ്ത്രം അല്ലെങ്കിൽ ഒരു മേലുടുപ്പ്. നമ്മളുടെ ഡ്രസ്സിന്റെ പുറത്തൂടെ ഒരു എക്സ്ട്രാ കോട്ട് പോലെ ധരിക്കുന്ന ക്ലോക്ക്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായിട്ട് കാണാവുന്ന ഒരു കാര്യം. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? വൈ ഡു പീപ്പിൾ നീഡ് എ ക്ലോക്ക്? അപ്പൊ ഇറ്റ് ഈസ് ആക്ച്വലി ഈ മേൽക്കുപ്പായം അല്ലെങ്കിൽ ഈ മേൽവസ്ത്രം ഇച്ചിരി എക്സ്ട്രാ കംഫർട്ട് അല്ലെങ്കിൽ സുഖം, അല്ലെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം നൽകാനുള്ളതാണ്. അപ്പം പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ള അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഈ പലതരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന ആൾക്കാരോടും അവരെ പരിചരിക്കുന്ന ആൾക്കാരോടും കൂടെ നിന്ന് അവർക്ക് ഇച്ചിരി കൂടുതൽ സുഖം കൊടുക്കാമെങ്കിൽ, ഇച്ചിരി കൂടുതൽ സംരക്ഷണം കൊടുക്കാമെങ്കിൽ അതാണ് പാലിയേറ്റീവ് കെയർ. നൗഷാദ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത IMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KA ശ്രീവിലാസൻ, മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വളരെ പ്രിയങ്കരായ ഡോക്ടർമാരെ, മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാതാപിതാക്കളെ, ധന്യ സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ജനുവരി 15-ന് നമ്മൾ പാലിയേറ്റീവ് കെയർ ദിനം കൊണ്ടാടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനോഹരമായ ഹോസ്പിറ്റലിൻ്റെ അങ്കണത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സവിശേഷമായ കാര്യങ്ങളെല്ലാം ഡോക്ടർ അലക്സാണ്ടർ അടക്കമുള്ള ആളുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. എങ്കിലും പരിചയസീമയിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം.
അപ്പോൾ വൃദ്ധജനങ്ങൾ വലിയൊരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്നുള്ളത് സത്യമാണ്. കേരളം തന്നെ ഒരു വൃദ്ധമന്ദിരമായി മാറുന്നു എന്ന് ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേറെ ആരുമില്ല, ഓരോ വീട്ടിലും വലിയ വീടുകളാണ്. മനോഹരമായ കാഞ്ചനക്കൂട് പോലെയുള്ള മനോഹരമായ സൗധങ്ങൾക്കുള്ളിൽ അച്ഛനും അമ്മയും മാത്രം, പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രം ശേഷിക്കുകയും ബാക്കി ആളുകളെല്ലാം ഓരോ കാര്യങ്ങൾ തേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എന്നത് സത്യമാണ്. നമുക്കെല്ലാവർക്കും തിരിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതിനിടയിലാണ് നമ്മൾ ഈ വൃദ്ധജനങ്ങളുടെ പരിചരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്ക് പരിചരണം കിട്ടാതെ നിവൃത്തിയില്ല, കിട്ടേണ്ടതാണ്. ഇതാ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ആശുപത്രിയുടെ ഈ മതിലിൻ്റെ അപ്പുറം തമ്പി ഡോക്ടർക്കും ഞങ്ങൾക്കും എല്ലാം പ്രിയങ്കരമായ ഒരു വീടാണ്. ഡോക്ടർ സഗീറിനും അതുപോലെ തന്നെ എല്ലാവർക്കും, നമ്മുടെ പ്രിയങ്കരനായ എല്ലാവർക്കും തന്നെ നീതു തമ്പിക്ക് അടക്കമുള്ള ആളുകൾക്ക് പരിചിതമായ ഒരു വീടാണ് തൊട്ടടുത്തുള്ളത്. അവിടെ ഒരു പരിചരണത്തിൻ്റെ ശൃംഖലയിൽ വളരെ കാലമായി കുടുങ്ങിക്കിടക്കുന്ന ഒരു മാന്യ ആയിട്ടുള്ള ഒരു അധ്യാപികയുണ്ട്. എൻ്റെ മേലധികാരിയായിരുന്ന അധ്യാപിക, ഈ ഇരിക്കുന്നതിൽ നിരവധി പേരെ പഠിച്ചിട്ടുള്ള അധ്യാപിക, ഡോക്ടർ സഗീറിനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപിക, മോളി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, മോളിയെയും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപിക. അങ്ങനെയുള്ള വലിയ അധ്യാപിക കുറേ വർഷമായി കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ പരിചരണത്തിലാണ്. കാരണം ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ ആ രീതിയിലായിത്തീരും. പക്ഷേ അവിടെ നടക്കുന്ന പരിചരണം, മക്കളും ഒരു ബൈസ്റ്റാൻഡറായിട്ടുള്ള ആള് സ്ഥിരമായിട്ടുണ്ട്, കൃത്യമായ പരിചരണം, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ അതുപോലെ റീത്ത ഡിക്കോത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിയങ്കരിയായ ഹെഡ്മിസ്ട്രസിന് കിട്ടുന്ന അതേപോലെയുള്ള ഒരു കെയർ മകൻ റിക്സനൊക്കെ എന്ത് പണം ചെലവായാലും കൊള്ളാം, മമ്മിയുടെ കണ്ണീര് കാണരുത്, മമ്മിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മക്കളെ അവിടെ കാണാം. പക്ഷെ അതൊരു ചെറിയ ചിത്രം മാത്രമേ ആവുന്നുള്ളൂ. ദയനീയമായ അവസ്ഥയിലുള്ള പല വീടുകളും നമുക്കറിയാം. തിരിഞ്ഞു നോക്കാതെ, ഇവിടെ ഡോക്ടർ അലക്സാണ്ടർ സൂചിപ്പിച്ചതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് അകത്തേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ വളരെ മോശമായി, ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ മൂത്രത്തിലും മലത്തിലും ഒക്കെ പൂണ്ടുകിടക്കുന്ന അമ്മമാരെ, അച്ഛനമ്മമാരെയും ഒക്കെ നമുക്ക് കാണാൻ ഉണ്ട് എന്നത് സത്യമാണ്. അപ്പൊ ആ ഒരു ദുരന്തം നമ്മുടെ ഇനിയുള്ള ആളുകൾക്ക് ഉണ്ടാകരുത്. അവർ നോക്കാൻ ആളില്ലെങ്കിലും സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ട്. ഈ ആളുകളെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അതുവരെ അല്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. സമൂഹത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. അതാണ് ഈ പാലിയേറ്റീവ് കെയർ വഴി ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ പേജിൽ തന്നെയുണ്ട് ഒരു പവിത്രൻ, കണ്ണൂർക്കാരനാണ്. കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർണാടകത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ നേരെയാവും, അപ്പോൾ എല്ലാം മാറും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അങ്ങോട്ട് വിട്ടു. കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി അവിടെ വെന്റിലേറ്ററിൽ കിടത്തി പൊടി പൊടിച്ചു. അതെല്ലാം തീർന്നപ്പോൾ ഇനിയും കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ തങ്ങേണ്ടി വരും, വെന്റിലേറ്ററിൽ നിന്ന് എടുത്താൽ പവിത്രൻ മരിക്കും എന്ന് ഭാര്യയെയും ബന്ധപ്പെട്ടവരെയും വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഭയപ്പെട്ടു. അതിൽ നിന്ന് നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അവസാന ശ്വാസം പോലും പോവും എന്ന നിലയാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും ആശുപത്രിക്കാർ ബില്ല് അടക്കാൻ പണമുണ്ടോ, 2-3 ദിവസം കൂടെ തുടരേണ്ടി വരും, പണമുണ്ടോ എന്ന് ചോദിച്ചു. ഇനി പണം ഞങ്ങളുടെ കയ്യിലില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചികിത്സ നിർത്താം. അപ്പോൾ
ഇതിൽ നിന്ന് എടുത്താൽ അപ്പോ അയാളുടെ കഥ തീരുകയാണ്. അവരെടുത്തു, കഥ തീർന്നു. പവിത്രനെയും കൊണ്ട് 5 മണിക്കൂർ ഓടി കണ്ണൂരിലെത്തി. കണ്ണൂരിലേക്ക് വന്നു. അതിനിടയിൽ ഫോണിലൊക്കെ ബന്ധപ്പെട്ട് ശവസംസ്കാര കർമ്മത്തിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇണക്കി വെച്ചു. ഇനി ബന്ധുക്കളൊക്കെ വന്ന് ഇത് ചെയ്താൽ മതി, ജഡം മറവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ദഹിപ്പിച്ചാൽ മതി എന്ന നിലയിലേക്ക് എത്തി. അപ്പോഴാണ് അവിടെ ഇയാളെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനിടയിലാണ് ആശുപത്രിയിലെ ചില ജോലിക്കാർക്ക് അയാളുടെ കൈ അനങ്ങുന്നുണ്ടല്ലോ, കാലനങ്ങുന്നുണ്ടല്ലോ, ഞരമ്പ് അനങ്ങുന്ന പോലെ, നാടിയൊക്കെ ചലിക്കുന്ന പോലെ തോന്നുന്നല്ലോ എന്നൊരു സംശയം. അവർ നേരെ അവിടുത്തെ പ്രധാന യൂണിറ്റിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാരെ എല്ലാം വിളിച്ചു വരുത്തി. കുറച്ചു നേരത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പവിത്രൻ ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഇന്ന് പത്രത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ പരിചരണത്തിൻ്റെ മേഖലയിലും ചികിത്സയുടെ മേഖലയിലുമൊക്കെ ഒരുപിടി അനീതികൾ നടമാടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മരിക്കാത്തവനെ മരിപ്പിക്കുകയും മരിച്ചവനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമ്മുടെ വേവലാതിപ്പെടുന്ന, സാന്ത്വനം ആവശ്യപ്പെടുന്ന, പരിചരണം ആവശ്യപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് സാന്ത്വനം കിട്ടും. അതിനുവേണ്ടി ഇതേപോലുള്ള യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ മനോഹരമായ ഒരു പരിപാടി, ഒരു ക്ലാസ്സും ഒക്കെ ഇവിടെ അലക്സാണ്ടർ ഡോക്ടറെ പോലുള്ള ആളുകളൊക്കെ വന്ന്, സഹീറിനെ പോലുള്ള ആളുകളൊക്കെ വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ ഇടയായത്. അതുകൊണ്ടാണ് പല മധു ഡോക്ടർ അടക്കമുള്ള ആളുകളൊക്കെ, പല ഡോക്ടർമാരോട് പേരറിഞ്ഞുകൂടാത്തവർ, അവരുടെ എല്ലാ സഹകരണമുണ്ട്. മാഞ്ഞാലി മെഡിക്കൽ കോളേജ് ഇവിടെ നിത്യ സാന്നിധ്യമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അവരെല്ലാം എല്ലാ സഹകരണത്തോടു കൂടി ഇങ്ങനെ നല്ലൊരു ദിനം കൊണ്ടാടാൻ തീരുമാനിച്ച ബേയുടെ ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്കിതുപോലെ ഒരുമിച്ച് ചേരാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയർ എങ്ങനെ നോക്കിയാലും ഒരു അത്ഭുതം തന്നെയാണ്. മാറാരോഗം ഒരു കുടുംബത്തിലെ വ്യക്തിയെ മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരെയും ശാരീരികമായും മാനസികമായും ബാധിക്കും. ആ കുടുംബം സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ശാരീരികമായും മാനസികമായും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണ് സാന്ത്വന പരിചരണം. ആരെയും പേരെടുത്ത് പറഞ്ഞ സമയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഈ പള്ളിപ്പുറം മുനമ്പം ഏരിയയിൽ ഇത്തരത്തിലുള്ള സംഘടന രൂപീകൃതമാവുകയും അതിന് ചെറിയ സംഭാവന, എളിയ സംഭാവന ഇവിടുത്തെ കച്ചവടക്കാരുടെ പേര് നൽകാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഈ പള്ളിപ്പുറം മുനമ്പം ഏരിയയിൽ ഇത്തരത്തിലെ എല്ലാ പ്രവൃത്തികൾക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ചെറിയ യൂണിറ്റായ മുനമ്പം എന്നും പിന്നുണ്ടാവും എന്നൊരു വാഗ്ദാനവും ഞാൻ നൽകുകയാണ്. നല്ലത് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓരോ കൊടുത്ത ബഡ്ജറ്റിലും ഒരു ചെറിയ തുക, കഴിയാവുന്ന തുക ഇത് നീക്കിവെക്കും എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊല്ലത്തിൽ 7 ലക്ഷം 8 ലക്ഷം രൂപ ഇതേപോലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ കച്ചവടക്കാർ ചെലവഴിക്കുന്നു. സാധാരണക്കാർക്ക് ഇതറിയാമോ എന്ന് എനിക്കറിയില്ല. സാധാരണക്കാർക്കല്ല, സമൂഹത്തിൽ ഒരുപടി ഉയർന്ന ആൾക്കാർക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും അറിയുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ സാമൂഹ്യ സേവനം നടത്തുന്ന സംഘടനയാണ് ജനത. എന്നാൽ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലനം നാട്ടുകാരിൽ നിന്ന് കച്ചവടക്കാർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മൂക്കത്ത് വരുമ്പോഴേക്കും ഓൺലൈനായും പെട്ടിക്കടകളായും വഴിയോര കച്ചവടക്കാരായും വണ്ടിയിൽ കച്ചവടം ചെയ്തും ഈ കച്ചവടക്കാരെ തളർത്താൻ ശ്രമിക്കുന്ന, ഞാൻ ആരെയും പേരെടുത്ത് കുറ്റം പറയുന്നില്ല, ഉദ്യോഗസ്ഥ വൃന്ദമായാലും രാഷ്ട്രീയ വൃന്ദമായാലും വളരെ ദയനീയമാണ് കഥ.
ഓക്സിജൻ സിലിണ്ടറാണ് ഇവർ ദയാൽ പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. നല്ലൊരു കൈയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കും. കുടുംബാംഗങ്ങളെ, മറ്റു ഇവിടെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഇവിടെ രണ്ട് വിട്ടുപോയ കാര്യം ഞാൻ കൂട്ടിച്ചേർക്കണേന്. വിവിധ സംഘടനകൾ ഈ ദിവസം ഞങ്ങൾക്ക് ചെക്കായിട്ടും ക്യാഷായിട്ടും ഇവിടെ തന്നിട്ടുണ്ട്. അവരെല്ലാം വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നൊരു അത്യാവശ്യ മീറ്റിംഗ് അവർക്കുള്ളതുകൊണ്ട് 3 സംഘടനാ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ അവരെ പണം അവരിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ 10 സംഘടനകൾക്കാണ് ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തത്. അതിൽ എല്ലാം തന്നെ 1-2 സംഘടന ഒഴിച്ച് ബാക്കി എല്ലാവരും ചെറുതായാലും വലുതായാലും അവർ 1 രൂപയായാലും അത് 10 ലക്ഷം ആയാലും എത്ര രൂപയായാലും ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു പൈസയാണ്. അപ്പം അതിനെ ഞങ്ങൾ പൈസയുടെ വലിപ്പം കണ്ടുകൊണ്ട് അതിനെ ചെറുതായിട്ടും വലുതായിട്ടും ഞങ്ങൾ കാണുന്നില്ല. അപ്പം അവരെ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കണേണ്. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ ആരാധ്യനായ പ്രസിഡന്റ് നൗഷാദ് കാത്തോളി, അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ ഇത്രയും നേരം ഈ പരിപാടിയെല്ലാം നടത്തുവാൻ വേണ്ടി പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും അതെല്ലാം നടത്തുവാനും നേതൃത്വം നൽകുവാനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ നൗഷാദ് കാത്തോളിയെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മൾ വിചാരിക്കാതെ തന്നെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ് നമുക്ക് ഉദ്ഘാടനമായി കിട്ടിയത്. IMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിലാസൻ. അദ്ദേഹത്തെ എൻ്റെ സുഹൃത്തു വഴി ബന്ധപ്പെട്ടെങ്കിലും പിന്നീട് ഈ ഇരിക്കുന്ന ഡോക്ടർമാരെല്ലാം ഏറ്റവും അടുത്ത ആളായി മാറുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്ഷണിക്കാൻ പോകേണ്ട ആവശ്യം തന്നെ വന്നില്ല. ഒരു ഫോൺ കോൾ ചെയ്ത് ഡോക്ടർ ഇവിടെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സാറ് വരികയും ഞങ്ങൾ ഈ പരിപാടിക്ക് കൃത്യസമയത്ത് എത്തുകയും ഞങ്ങൾക്ക് കുറേ ഉപദേശങ്ങൾ തന്ന സാറിന് ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് ഞങ്ങളുടെ ചെയർമാൻ്റെ അടുത്ത സുഹൃത്തും ഞങ്ങൾ നേരിട്ട് പോയി കാണുകയും ഞങ്ങളോട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും എന്ന് ഉറപ്പ് തന്നതാണ് ശ്രീ വേണു കുന്നപ്പള്ളി. അദ്ദേഹം ഇന്നലെ വരാൻ പറ്റില്ല എന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി പുള്ളി ഞങ്ങളെ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിനും വന്നില്ലെങ്കിലും അദ്ദേഹത്തിനും ഇനിയുള്ള കാര്യങ്ങൾക്കെല്ലാം സഹകരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ അലക്സാണ്ടർ ജോൺ. അദ്ദേഹം പാലിയേറ്റീവിനെ കുറിച്ച് വളരെ ചുരുക്കം വാക്കുകളെ പറഞ്ഞുള്ളെങ്കിലും ആ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് കൂടുതൽ പ്രവർത്തിക്കാനും ഒരു ആവേശം തന്ന ചില കാര്യങ്ങളും കൂടി പറഞ്ഞ ഡോക്ടർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് ആദ്യം സ്വാഗതം പറഞ്ഞ സിനി പ്രദീപ്, ഞങ്ങളുടെ സെക്രട്ടറി സിനി പ്രദീപിനെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി ഇവിടെ വന്ന CP പള്ളിപ്പുറം, നമ്മുടെ എല്ലാം അധ്യാപകനും പള്ളിപ്പുറത്തിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഒരു സാഹിത്യകാരനായ ശ്രീ CP പള്ളിപ്പുറത്തിന് ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് MM സഗീർ, ഭാരത് ഹോസ്പിറ്റലിലെ ഡോക്ടർ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ഡോക്ടറാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത സഗീർ ഡോക്ടർക്ക്
ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ അജു പോൾ ഇവിടെ അവസാനം പ്രസംഗിച്ച ഡോക്ടർക്കും ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഡോക്ടറുടെ മകളും നീതു തമ്പി കുറച്ച് സമയം പ്രസംഗിച്ചുള്ളെങ്കിലും ഇവരെല്ലാം ചെറിയ കണ്ടന്റ് നമ്മൾക്ക് ഇട്ടിട്ടാണ് പോയത്. ആ സ്നേഹം നിറഞ്ഞ ഡോക്ടർക്കും ഡോക്ടറുടെ വാക്കുകൾക്കും ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.